നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മസാലപ്പൊടി, പിന്നെ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുക. ഇതെല്ലാം നന്നായിട്ട് ഈ ഒരു ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. തക്കാളി, സവാള, ചെറിയുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2-3 ലീഫ് കറിവേപ്പിലയും നമുക്ക് ആവശ്യമുണ്ട്. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളകും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ സവാള അരിഞ്ഞു വെച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ഹാഫായിട്ട് മൂത്ത് വരണം കേട്ടോ. ആ ഒരു ടൈമിലാണ് നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുവരെ നന്നായിട്ടത് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാത്ത പോലെ ഇത് ഇളക്കി കൊടുക്കണം. ഒന്ന് ഹാഫായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ചെറിയുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും ഒന്ന് കുറച്ചൊന്നായതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കുറേ സമയം ഇത് ആകണം. അപ്പോഴാണ് നമുക്ക് നല്ല കട്ടിയുള്ള ഗ്രേവി കിട്ടുക. ഇതൊന്നും അറിയാനേ പാടില്ല. നല്ല ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി മൂത്ത് വരണം കേട്ടോ. നന്നായി വഴറ്റിയെടുക്കുന്ന സമയത്താണ് നമുക്ക് കട്ടിയുള്ള ഗ്രേവി കിട്ടുക. ഇപ്പം ഇത് നന്നായി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി. ഈ ഒരു ടൈമിൽ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇത് ലാസ്റ്റ് കറിവേപ്പില ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ആ ഒരു ചിക്കൻ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കുക കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അടച്ച് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അടച്ച് വെച്ചാൽ തന്നെ അതിൽ തനിയെ വെള്ളം വരും. ഇതാ കണ്ടത്, ഞാൻ വെള്ളം ഒഴിച്ചതൊന്നുമല്ല, തന്നെ വെള്ളം വരും. ഇതിനി നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് കൂടുതലും കുരുമുളക് ഇടുന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവത്തിൻ്റെ ഒപ്പം ഈ ഒരു ചിക്കൻ കറി നിങ്ങൾക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ട്രഡീഷണൽ രീതിയിലുള്ള ചിക്കൻ കറിയാണിത്.